പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്കേ നല്ലൊരു വാർത്ത കാണാവേ. നല്ലൊരു വാർത്ത എന്ന് വെച്ചാൽ സുരക്ഷിത യാത്രയ്ക്ക് നന്ദി അറിയിച്ച് കേരള റെയിൽവേ പോലീസിന് കത്തും മിഠായി നൽകിയ ഒരു യാത്രക്കാരി. കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് യാത്രക്കാരി ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവച്ചത്. ട്രെയിനിൽ നിന്നും ഇറങ്ങി സമ്മാനം റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് അതേ ട്രെയിനിൽ തന്നെ യാത്രക്കാരി കയറി പോവുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളിലൂടെയാണ് സംഭവിച്ചത് എന്താണെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയതും. നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാണ്, അതൊന്ന് കാണാം. നിഖിലുണ്ട് വിവരങ്ങളുമായി കണ്ടുവരുന്നത്. നിഖിലെ, ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോഴും അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെയും വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മൾ ഏറെക്കുറെ സ്ഥിരമായിട്ടൊക്കെ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെയും ട്രെയിനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായവരുടെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യൻ റെയിൽവേ സുരക്ഷിതമായ യാത്ര നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഉദ്യോഗസ്ഥർക്ക് നൽകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പോലീസുകാരെന്താണ് പറയുന്നത്? ഈ യാത്രക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് നിഖിൽ? സേതു, ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസിലെ യാത്രക്കാരിയായിരുന്നു. ഈ ട്രെയിന് രാവിലെ 6 മണിയോടുകൂടി കണ്ണൂരിലെത്തുന്നു. ആ സമയത്ത് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഒരു പെൺകുട്ടി ഒരു പൊതി ഈ കണ്ണൂരിലെ റെയിൽവേ പോലീസിന്റെ സ്റ്റേഷന് മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവിടുത്തെ ഇരിപ്പിടത്തിൽ വെച്ച് അതേ ട്രെയിനിൽ തന്നെ അവർ കയറി പോവുകയാണ്. സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പൊതി കാണുമ്പോൾ ആദ്യം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം സംശയമാണ് ഉണ്ടാവുക. അവരത് തുറന്ന് പരിശോധിക്കുന്നു. ആ സമയത്താണ് യഥാർത്ഥ സർപ്രൈസ് ഉണ്ടായത്. ഇത്തരത്തിൽ സുരക്ഷിതമായ ഒരു യാത്ര ഒരുക്കിയതിനുള്ള നന്ദിയും ഒപ്പം തന്നെ ഒരു പാക്കറ്റ് മിഠായിയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. പോലീസുകാർ പിന്നീട് ഇത് ആരാണ് കൊണ്ടുവച്ചത് എന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പേരിൽ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പൊതി അവിടെ വെച്ച് വീണ്ടും അതേ ട്രെയിനിൽ തന്നെ കയറി പോകുന്നതാണ് കണ്ടത്. ഏതായാലും അന്ത്യോദയ എക്സ്പ്രസിൽ സഞ്ചരിച്ച്, അതായത് അന്ത്യോദയ എക്സ്പ്രസിലെ സുരക്ഷിത യാത്രയ്ക്കുള്ള നന്ദി എന്ന രീതിയിലാണ് അത്തരത്തിലൊരു കത്തും ഈ ചോക്ലേറ്റുകളും പോലീസുകാർക്കായി വെച്ചത്. അത് കേരള പോലീസിന്റെ റെയിൽവേ വിഭാഗത്തിന്, കേരള റെയിൽവേ പോലീസിന് ആകെയുള്ള അഭിനന്ദനവും നന്ദി പ്രകടനവുമാണ് അത് എന്ന രീതിയിലാണ് പോലീസ് അതിനെ കാണുന്നത്. ഏതായാലും ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി പോലീസ് വലിയ രീതിയിലുള്ള ഇടപെടൽ കേരള പോലീസ് നടത്തുന്നുണ്ട്. അതിനുള്ള നന്ദി പ്രകടനമായിരുന്നു. മാത്രമല്ല പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ അന്ത്യോദയ എക്സ്പ്രസ് സാധാരണ നിലയിൽ വലിയ തിരക്കില്ലാതെ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരു ഭയം ആ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ യാത്രയിൽ എവിടെയും അങ്ങനെ ഒരു ഭയത്തിന്റെ സാഹചര്യം ഉണ്ടാക്കാതെ മുഴുവൻ സമയവും പോലീസിന്റെ ഒരു സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചു. അതിനുള്ള നന്ദി പ്രകടനമാകാമെന്നാണ് പോലീസ് പറയുന്നത്. ഓക്കെ നിഖിൽ, ശരി.